ഹായ് ഫ്രണ്ട്സ്, ടാലന്റ് അക്കാഡമിയുടെ ഫോൾ ഇൻ ലവ് വിത്ത് മാത്സ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും സ്ക്വയർ കാണാനുള്ള ടെക്നിക്ക് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ആദ്യത്തെ 2 ക്ലാസ്സുകളിലും നമ്മൾ സ്ക്വയർ കാണാനുള്ള ടെക്നിക്കാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ ആ വീഡിയോ കൂടെ കാണുക. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഫോൾ ഇൻ ലവ് വിത്ത് മാത്സ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ ഈ വീഡിയോകളെല്ലാം ആ ക്രമത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചില സ്പെഷ്യൽ ടൈപ്പ് സ്ക്വയേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നിന്റെ സീരീസ് ആയിട്ട് വരുന്ന സംഖ്യകൾ അല്ലേ, 11, 111, 1111, 11111, ഇങ്ങനെ പോകുന്ന ഒന്നിന്റെ സീരീസ് ആയിട്ട് വരുന്ന സംഖ്യകൾ. അപ്പൊ ഈ സംഖ്യകളുടെ സ്ക്വയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സംഖ്യയിൽ എത്ര ഒന്നുകളുണ്ടോ അവിടെ വരെ നമ്മൾ ക്രമമായിട്ട് 1, 2 എന്നുള്ള ക്രമത്തിൽ എത്തുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 11 എടുത്തു കഴിഞ്ഞാൽ 11ൽ എത്ര ഒന്നുകളാ ഉള്ളത്? 2 ഒന്നുകൾ. അപ്പൊ നമ്മൾ 1, 2 അതുവരെ എഴുതുന്നു. 1, 2 2 ഒന്നുകൾ ഉള്ളത് കൊണ്ടാണ് 2 വരെ എഴുതിയത്. ഇനി നമ്മൾ തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോൾ 2ൽ നിന്ന് പുറകിലോട്ട് പോയാൽ 1 തന്നെയാണ് അല്ലേ. തിരിച്ച് 1ലെത്തി നമ്മൾ അവസാനിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 121. 11ന്റെ സ്ക്വയർ 121 ആണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്നിന്റെ സീരീസ് ആയിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാൻ വളരെ എളുപ്പമാണ്. ആ സംഖ്യയിൽ എത്ര ഒന്നുകളുണ്ടോ നമ്മൾ 1 മുതൽ ആ സംഖ്യ വരെ എത്തുന്നു. ഇത് 9 ഒന്നുകളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. നമുക്ക് വരുന്ന ചോദ്യം എന്തായാലും 9 ഒന്നുകളിൽ താഴെയുള്ള ചോദ്യമേ ഇങ്ങനത്തെ സീരീസ് സാധാരണ തരാറുള്ളൂ. അപ്പൊ ഇനി അടുത്ത 111ലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 3 ഒന്നുകളാണ് ഉള്ളത് അല്ലേ. 3 ഒന്നുകളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1, 2, 3. അപ്പൊ നമ്മൾ 1, 2, 3 വരെ ക്രമമായിട്ട് വന്നു. ഇനി നമ്മൾ റിവേഴ്സിൽ പോകുന്നു. അപ്പൊ എങ്ങനെ വരുന്നത്? 3ൽ നിന്ന് പുറകിലോട്ട് പോയ 2, 2ൽ നിന്ന് പുറകിലോട്ട് പോയ 1. അപ്പൊ നമ്മളുടെ സ്ക്വയർ വരുന്ന 12321. അപ്പൊ ഇനി അടുത്ത സംഖ്യയിലേക്ക് വരുമ്പോൾ നോക്കിയാൽ 1111. നമുക്കറിയാം അവിടെ 4 ഒന്നുകളുണ്ട് അല്ലേ. 4 ഒന്നുകൾ. 4 ഒന്നുകൾ വരുമ്പോൾ നമ്മൾ 4 വരെ എണ്ണണം. 1, 2, 3, 4. ഇനി റിവേഴ്സ് പോകണം. 4ൽ നിന്ന് 1 പുറകിലോട്ട് പോയാൽ 3, പിന്നെ 2, പിന്നെ 1 അല്ലേ. ഇനിയിപ്പോ നമുക്ക് വായിക്കാൻ പറ്റാത്ത വലിയ 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 സംഖ്യകൾ വരും. പക്ഷെ നമുക്ക് ഇത് നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നതോ 11111 ആണ് അല്ലേ. 11111. അപ്പൊ അവിടെ നമുക്ക് 5 ഒന്നുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 മുതൽ 5 വരെ എഴുതുക ആദ്യം. 1, 2, 3, 4, 5. ഇനി നമ്മൾ എന്ത് ചെയ്യും? റിവേഴ്സ് പോകും. റിവേഴ്സ് പോകുമ്പോൾ 5ൽ നിന്ന് പുറകിലോട്ട് പോയാൽ 4, പിന്നെ 3, പിന്നെ 2, പിന്നെ 1. ഇതായിരിക്കും 11111ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്തതിൽ 6 ഒന്നുകളുണ്ട് അല്ലേ. 1,11,111. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോഴേക്ക് എന്താ വരുന്നത്? 6 ഒന്നുകളാണ്. 6 ഒന്നുകൾ വരുമ്പോൾ നമ്മൾ 1 മുതൽ 6 വരെ എഴുതേണ്ടി വരും. 1, 2, 3, 4, 5, 6. ഇനി റിവേഴ്സ് ഓർഡറിൽ പോവാം. റിവേഴ്സ് ഓർഡറിൽ പോകുമ്പോൾ എങ്ങനെ വരും? 5, 4, 3, 2, 1. ഇതാണ് നമ്മളുടെ സ്ക്വയർ. ഇനി നമ്മൾ സംഖ്യകൾ വായിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ വലിയ സംഖ്യകളാണ്. 7 ഒന്നുകൾ വരുന്നു. 7 ഒന്നുകൾ വന്നാൽ എന്താ ചെയ്യേണ്ടത്? 1, 2, 3, 4, 5, 6, 7 വരെ വന്നു. ഇനി റിവേഴ്സ് ഓർഡർ പോകണം. അപ്പൊ എങ്ങനെ വരും? 6, 5, 4, 3, 2, 1. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. അടുത്തടുത്ത് വരുമ്പോൾ 8 ഒന്നുകളാണുള്ളത് അല്ലേ. 8 ഒന്നുകളുണ്ട്. 4, 4, 8 ഒന്നുകൾ. അപ്പൊ 8 ഒന്നുകൾ ഉണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 വരെ നമ്മൾ വരുന്നു. 8 വരെ വന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും? റിവേഴ്സ് ഓർഡറിൽ പോകും. റിവേഴ്സ് ഓർഡറിൽ 7, 6, 5, 4, 3, 2, 1. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. അടുത്തത് 9 ഒന്നുകൾ. 9 ഒന്നുകൾ വന്നാൽ എന്ത് ചെയ്യണം? 1 മുതൽ 9 വരെ പോകണം. 1, 2, 3, 4, 5, 6, 7, 8, 9. അവിടുന്ന് റിവേഴ്സ് ഓർഡറിൽ വരുമ്പോൾ വീണ്ടും 8, 7, 6, 5, 4, 3, 2, 1. ഇതായിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 1ന്റെ സീരീസ് വരുന്നത് 9 വരെയുള്ള ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ 9 ഡിജിറ്റ്സ്. 10 ഡിജിറ്റ് ആയി കഴിഞ്ഞാൽ ഇത് വർക്ക് ആവില്ല. കാര്യം നമുക്ക് 1, 2, 3 അങ്ങനെ 10 എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. 9 കഴിഞ്ഞ് പിന്നെ 1, 0 എന്നല്ലേ വരുന്നത്. ഇപ്പോൾ 9 ഡിജിറ്റ് അത്ര ആയപ്പോൾ തന്നെ ഇത്രയും വലിയ സംഖ്യയുടെ സ്ക്വയർ നമ്മൾ കണ്ടില്ലേ.
അപ്പൊ നമുക്ക് 9 ഡിജിറ്റ് വരെ വരുന്ന ഒന്നിന്റെ സീരീസ് ആയിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാൻ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. 1 മുതൽ എത്ര ഒന്നുകളാണ് ഉള്ളത് അവിടെ വരെ നമ്മൾ ക്രമമായിട്ട് എഴുതുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ 1 വരെ പോകുന്നു. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മളിനി 5-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള ഒരു ടെക്നിക്കാണ് പഠിക്കുന്നത്. ഈ ടെക്നിക്ക് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, വേദിക് മാത്സിലുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ 5-ൽ അവസാനിക്കുന്ന ഏത് സംഖ്യകളുടെയും സ്ക്വയർ കാണാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണിത്. അപ്പൊ നമുക്ക് ഈ ടെക്നിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 15ന്റെ സ്ക്വയർ കാണുന്നു. അപ്പോൾ 5-ൽ അവസാനിക്കുന്ന ഏത് സംഖ്യകൾക്കുള്ള ഒരു പ്രത്യേകത, ഇവയുടെ സ്ക്വയർ എടുക്കുമ്പോൾ അവസാനം 25 ആയിരിക്കും വരുന്നത്. അപ്പൊ ആ 25 നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്ത് വെക്കുവാണ്. 25 ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ അവസാനമുള്ള 5നെ അങ്ങ് കളയുന്നു. അവസാനമുള്ള 5നെ കളഞ്ഞാൽ ബാക്കിയുള്ള സംഖ്യ ഏതാണ്? 15-ലെ 5 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1 ആണ് അല്ലേ? ആ 1ഉം 1 കഴിഞ്ഞ് വരുന്ന സംഖ്യയും കൂടുള്ള ഗുണനഫലം എടുക്കുക. 1 കഴിഞ്ഞ് 2 ആണ് വരുന്നത്. അപ്പോൾ 1 ഗുണം 2, 1 ഗുണം 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ വരുന്നത്? അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റ് എത്രയാണ്? 225. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറയാം. 5-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ ആണെങ്കിൽ അതിന്റെ സ്ക്വയറിന്റെ അവസാനം 25 ആയിരിക്കും. അപ്പൊ 25 നമ്മൾ അവിടെ ഫിക്സ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ അവസാനത്തെ 5നെ അങ്ങ് വെട്ടിക്കളയുന്നു. എന്നിട്ട് മിച്ചമുള്ള സംഖ്യ നോക്കുന്നു. മിച്ചമുള്ള സംഖ്യ ഇവിടെ 1 ആണ്. 1ഉം 1 കഴിഞ്ഞു വരുന്ന സംഖ്യ ഏതാണ്? 2. ഇവരുടെ ഗുണനഫലം പ്രൊഡക്റ്റ് എടുക്കുന്നു. 1 ഗുണം 2, 2. അത് നമ്മൾ ആദ്യ ഭാഗത്ത് എഴുതുന്നു. അപ്പൊ നമുക്ക് 225 എന്ന് കിട്ടി. അതായത് 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. ഇനി നമ്മൾ 25-ലോട്ട് വരാം. 25-ൽ വരുമ്പോഴും അവസാന ഭാഗം സ്ക്വയർ എടുക്കുമ്പോൾ 25 ആയിരിക്കും. 5-ൽ അവസാനിക്കുന്ന സംഖ്യയാണ് അവസാന ഭാഗം 25. അത് ഫിക്സ് ആണ്. ഇനി നമ്മൾ ഈ അവസാനത്തെ 5 കളഞ്ഞു കഴിഞ്ഞാൽ മിച്ചമുള്ളത് എത്രയാ? 2. 2ഉം 2 കഴിഞ്ഞു വരുന്ന സംഖ്യയും കൂടുള്ള ഗുണനഫലം. അപ്പൊ 2 കഴിഞ്ഞു വരുന്നത് 3 ആണല്ലോ. അപ്പൊ 2 ഗുണം 3 എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത്? 6. അപ്പൊ 625 ആണ് നമ്മളുടെ ആൻസർ. 25ന്റെ സ്ക്വയർ 625. ഇനി നമ്മൾ 35-ലോട്ട് വന്നാലോ? അവിടെയും സ്ക്വയർ എടുക്കുമ്പോൾ 25 ഫിക്സ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ അവസാനത്തെ 5നെ കളയുക. മിച്ചമുള്ളത് 3 ആണ്. 3ഉം 3 കഴിഞ്ഞ് വരുന്ന സംഖ്യ 4. 3 ഗുണം 4 എത്രന്ന് കിട്ടും? 12. 3 ഗുണം 4 12. അപ്പൊ നമുക്ക് 1225 എന്ന് കിട്ടും. 45 നോക്കിയാലോ? അവസാനം 25 ആണ്. അതിന് നമ്മൾ ഫിക്സ് ചെയ്തങ്ങ് വെച്ചാൽ മതി. 5-ൽ അവസാനിക്കുന്ന സംഖ്യ ആണെങ്കിൽ സ്ക്വയറിന്റെ അവസാനം 25 ആയിരിക്കും. ഇനി നോക്കുക, ഈ അവസാനത്തെ 5നെ കളഞ്ഞാൽ ബാക്കിയുള്ളത് 4 ആണ്. 4ഉം 4ന്റെ തൊട്ടടുത്ത സംഖ്യയായ 5ഉം കൂടെ ഗുണിക്കുക. 4 ഗുണം 5 20. അപ്പൊ 2025 ആണ് നമ്മളുടെ 45ന്റെ സ്ക്വയർ. ഓക്കെ, 55-ലോട്ട് വരാം. 55-ൽ വരുമ്പോഴും 5-ൽ അവസാനിക്കുന്നതുകൊണ്ട് അവസാന ഭാഗം 25 ആണ് സ്ക്വയർ എടുക്കുമ്പോൾ. ഇനി ഇവിടുത്തെ ഈ ഒരു 5നെ, അവസാനത്തെ 5നെയാണ് നമ്മൾ കളയുന്നത്. അതിനെ നമ്മൾ കളഞ്ഞു. മിച്ചമുള്ളത് ഒരു 5 ആണ്. അപ്പൊ ആ 5ഉം അതിന്റെ തൊട്ടടുത്ത സംഖ്യ 6 അല്ലേ? 5 ഗുണം 6 എത്രന്ന് കിട്ടും? 30 എന്ന് കിട്ടും. 30. അപ്പൊ 3025 ആണ് 55ന്റെ സ്ക്വയർ. ഇനി 65ന്റെ സ്ക്വയറിലോട്ട് വന്നാലോ? അവസാന പാർട്ട് 25 നമ്മൾ ഫിക്സ് ചെയ്തു. ഇനിയും ഈ 5നെ നമ്മൾ കളഞ്ഞാൽ ബാക്കിയുള്ളത് 6 ആണ്. 6ഉം 6ന്റെ തൊട്ടടുത്ത സംഖ്യയായ 7. 6 ഗുണം 7 എത്രന്ന് കിട്ടും? 42 അല്ലേ? 42. അപ്പൊ 4225 ആയിരിക്കും നമ്മളുടെ ആൻസർ. 75-ലോട്ട് വന്നാലോ? നിങ്ങൾ വേഗം വേഗം ചെയ്യേ. നിങ്ങൾ എന്നെക്കാട്ടി മുമ്പിൽ ഓടി പോകുമ്പോഴാണ് എനിക്ക് സന്തോഷം. അപ്പൊ ഇനി എന്നെ നോക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ആൻസർ എന്നുള്ള ഒരു ഇതിനു വേണ്ടി പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യാതെ മുന്നോട്ട് സ്പീഡ് ചെയ്തു പോവുക. 75ന്റെ സ്ക്വയർ എത്രയാ വരുന്നത്? 25 ഇവിടെ ഫിക്സഡ് ആണ്. 5-ൽ അവസാനിക്കുന്ന സംഖ്യ ആണെങ്കിൽ സ്ക്വയറിന്റെ അവസാനം 25 ആയിരിക്കും. ഇനി ഈ 5നെ കളഞ്ഞാൽ 7 ഉണ്ട്. 7ഉം 7ന്റെ തൊട്ടടുത്ത സംഖ്യ 8. 7 ഗുണം 8 എത്രയാണ് വരുന്നത്? 56 അല്ലേ? 7 8 56. അപ്പൊ 5625 ആണ് 75ന്റെ സ്ക്വയർ. 85-ലോട്ട് വന്നാലും 25നെ ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഇനിയും ഈ 5 കളയുന്നു. 8ഉം 8ന്റെ തൊട്ടടുത്ത സംഖ്യ ഏതാ? 9. 8 ഗുണം 9 72 അല്ലേ? അപ്പൊ നമ്മളുടെ ആൻസർ എത്രയാണ്? 7225 അല്ലേ? 7225. ഓക്കെ, അടുത്ത നമുക്ക് 95-ലേക്ക് വരാം. 95-ൽ വരുമ്പോഴും 25 നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. ഈ 5നെ നമ്മൾ കളയുന്നു. ഇനി 9 ഉണ്ട്. 9ന്റെ തൊട്ടടുത്ത സംഖ്യ 10.
9 ഗുണം 10 90 അല്ലേ? 9 ഗുണം 10 90. അപ്പം 9025 9025 95ന്റെ സ്ക്വയർ. അടുത്ത നമ്മൾ 105ന്റെ സ്ക്വയറിലേക്ക് വന്നാൽ 3 ഡിജിറ്റ് ആണെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഇതേ പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്. 25 നമ്മൾ അങ്ങ് എഴുതി വെക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ അവസാനത്തെ 5 നമ്മൾ അങ്ങ് വെട്ടിക്കളയുന്നു. 10ഉം 10ന്റെ അടുത്ത സംഖ്യ ഏതാ? 11 അല്ലേ? 10 ഗുണം 11 എത്ര വരും? 110. 110 അതങ്ങ് എഴുതുന്നു. ആൻസറായി 11,025. അപ്പോൾ 105ന്റെ സ്ക്വയർ എത്രയാണ്? 11,025. 115ലോട്ട് വന്നാലോ? 25 ഫിക്സ് ചെയ്യുന്നു. അതിൽ ഒരു മാറ്റവും ഇല്ല. ഈ 5നെ അങ്ങ് വെട്ടിക്കളയുന്നു. 11 ബാക്കിയുള്ളത്. 11ഉം 11ന്റെ അടുത്ത സംഖ്യ ഏതാ? 12. അപ്പോൾ 11 ഗുണം 12 എത്രയാ? ഇതിനാണ് 15 വരെയുള്ള ടേബിൾ പഠിക്കണമെന്ന് പറയുന്നത്. 11 ഗുണം 12 132. ഒറ്റയടിക്ക് എടുക്കാൻ അറിയാത്ത ആളുകൾ 11 11 121 എന്ന് അറിയാമല്ലോ. അവിടുന്ന് ഒരു 11 കൂടെ കൂട്ടിയാൽ 12 11 ആവില്ലേ? അപ്പോൾ 11 11 121ന്റെ കൂടെ ഒരു 11 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 132 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13,225. 13,225. ഇനി നമുക്ക് 125 കൂടെ നോക്കാം. 125 വരുമ്പോഴും അവസാനത്തെ 25 ഫിക്സഡ് ആണ്. ഈ 5നെ വെട്ടിക്കളയുന്നു. 12 ബാക്കിയുണ്ട്. 12 ഗുണം അടുത്ത സംഖ്യ 13 അല്ലേ? 12 ഗുണം 13 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 12 12 144. അതിന്റെ കൂടെ ഒരു 12 കൂടെ ചേർന്ന 156. 156. അപ്പൊ നമ്മളുടെ ഫൈനൽ ആൻസർ എത്ര വരും? 15,625. 15,625. അപ്പൊ 125ന്റെ സ്ക്വയറും നമുക്ക് കിട്ടി. ഇതേ രീതിയിൽ മുന്നോട്ടുള്ള ഏത് സംഖ്യ 5ൽ അവസാനിക്കുന്നതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. അപ്പൊ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് സ്പീഡ് ആവണം. ഓക്കെ, ഇനി നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നിടത്തും ഇതേ ടെക്നിക്കിന്റെ വേറെ ഒരു വേരിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് അത് വിശദമായിട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ സ്ക്വയർ കാണാൻ വേണ്ടി 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാനാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തത്. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ ടെക്നിക്ക് പഠിക്കുന്നിടത്തും നമുക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അത് നമുക്ക് അവിടെ നോക്കാം. അപ്പൊ നമുക്കിപ്പോൾ 1ന്റെ സീരീസ് വെച്ചുള്ള സ്ക്വയർ കാണാനുള്ള ഷോർട്ട് ടെക്നിക്ക് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള ഷോർട്ട് കട്ട് ടെക്നിക്ക് നമ്മൾ പഠിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ആദ്യത്തെ 2 വീഡിയോകളിലായിട്ട് 100ന്റെയും 50ന്റെയും നെയ്ബേഴ്സ് ആയിട്ട് വരുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള ഷോർട്ട് കട്ട് പഠിച്ചു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാനും അതുപോലെ 1ന്റെ സീരീസ് ആയിട്ട് വരുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാനുമുള്ള എളുപ്പവഴിയും പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു യൂണിവേഴ്സൽ മെത്തേഡാണ്. അത് 1 മുതൽ 99 വരെയുള്ള എല്ലാ സംഖ്യകൾക്കും ബാധകമാണ്. അതായത് സിംഗിൾ ഡിജിറ്റിനും 2 ഡിജിറ്റിനും ബാധകമാണ്. പക്ഷെ നമുക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പാർട്ട് ഞാൻ വിടുവാണ്. ബാക്കി 11 മുതൽ 99 വരെയുള്ള സംഖ്യകളുടെ ഷോർട്ട് കട്ട് കാണാനുള്ള ഒരു യൂണിവേഴ്സൽ മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. 100 തൊട്ട് വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സിന് ഇത് ബാധകമല്ല. അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ഇപ്പൊ 101 എന്നുള്ളതിനെ നമ്മൾ 100 + 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ മെത്തേഡ് അവിടെയും വർക്ക് ആവും. 102 എന്നുള്ളതിനെ നമ്മൾ 100 + 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ മെത്തേഡ് വർക്ക് ആവും. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ 11 മുതൽ 99 വരെയുള്ള സംഖ്യകൾക്കാണ് ഇപ്പം ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് 1 മുതൽ 10 വരെയും പറ്റും. പക്ഷെ 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇനി ഒരു മെത്തേഡ് ഒന്നും പഠിക്കേണ്ട. ആ വാല്യൂസ് നിങ്ങൾ അങ്ങ് കാണാതെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചാൽ മതി. കാണാതെ പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയുന്ന മെത്തേഡ് നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഫോർമുലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ആൾജിബ്ര പഠിക്കുന്ന കാലം തൊട്ട് പഠിക്കുന്ന ഒരു സംഗതിയാണ് a+b² അല്ലേ? a+b² എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പടിയൻ സിനിമ കാണുക അല്ലേ? അപ്പൊ a+b² നമുക്കറിയാം a² + 2ab + b² ആണ് അല്ലേ? a² + 2ab + b². ഓക്കെ, ഇതിനെ നമ്മൾ ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പോവാം. ഇപ്പൊ എനിക്ക് 11ന്റെ സ്ക്വയർ കാണണമെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഒരാളെ എ എന്നും അടുത്ത ആളെ ബി എന്നും എടുക്കുന്നു. ഓക്കെ, ഇപ്പൊ 11 ഉണ്ട്. നമ്മൾ യൂണിറ്റ് പ്ലേസിലുള്ള ആളെ എ എന്ന് എടുക്കാം, 10ന്റെ പ്ലേസിലുള്ള ആളെ ബി എന്ന് എടുക്കാം. ഓക്കെ, 10ന്റെ പ്ലേസിലുള്ള ആളെ ബി എന്നും യൂണിറ്റ് പ്ലേസിലുള്ള ആളെ എ എന്നും എടുത്തു. ഇനി നമ്മൾ എടുക്കുമ്പോൾ ഈ നടുക്കത്തെ സൈൻ നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യണ്ട, ഈ പ്ലസ് കൺസിഡർ ചെയ്യണ്ട.
ഇവരെ 3 ടേമായിട്ട് നമ്മൾ ഓർക്കുക. അതായത് ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം, 2ab എന്ന് പറയുന്ന ഒരു ടേം, എ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടീം. ആ രീതിയിൽ നമ്മൾ 3 ടേംസ് ആയിട്ട് അവരെ ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ 3 ഡിജിറ്റ് എന്ന് സിമ്പിളായിട്ട് ചിന്തിക്കുക. എ സ്ക്വയർ ഒരു ഡിജിറ്റ് ആണ്, 2ab ഒരു ഡിജിറ്റ് ആണ്, ബി സ്ക്വയർ ഒരു ഡിജിറ്റ് ആണ്. ആ രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം യൂണിറ്റ് പ്ലേസ് നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എയുടെ നേരെ വന്നിരിക്കുന്ന 1 അല്ലേ? 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര തന്നെ വരും? 1 തന്നെ വരും അല്ലേ? 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 തന്നെ. ഇനി അടുത്തത് വരേണ്ടത് 2ab ആണ് അല്ലേ? 2ab എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 1 ഇൻറ്റു 1 അല്ലേ? ഇവരെ എല്ലാവരെയും കൂടെ ഗുണിച്ചിട്ട് ഒരു 2 കൊണ്ട് ഗുണിക്കുന്നു. 2 ഇൻറ്റു 1 ഇൻറ്റു 1. ഇത് എ ആണ്, ഇത് ബി ആണ്. അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 2 കൂടി ഇവിടെ വന്നു. അപ്പോൾ 2 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 2 വരും. അതിനെ നമ്മൾ നടുക്ക് എഴുതി. അപ്പോൾ 2ab എന്ന് പറയുന്ന ആളിനെ നമ്മൾ നടുക്കായിട്ട് എഴുതി. ഇനി അടുത്തത് വരുന്നത് ബി സ്ക്വയർ ആണ്. ബി എന്ന് പറയുന്നത് 1 അല്ലേ ഇവിടെ? അപ്പോൾ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. അത് എത്ര തന്നെ വരും? 1 തന്നെ വരും. അപ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടി? 121. 11ന്റെ സ്ക്വയർ 121 ആണല്ലോ. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്താണ് ഇത് കണ്ടുപിടിച്ചത്. നടുക്ക് +1 നമ്മൾ കൊടുത്തില്ല എന്നേ ഉള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെ സംഭവിച്ചോളൂ. നമ്മളവിടെ +1 ഇടേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ പറയാം. 11ന്റെ സ്ക്വയർ കാണാൻ നമ്മൾ എന്തെടുത്തു? ഇതിനെ നമ്മൾ എ എന്നും എടുത്തു, ഇതിനെ ബി എന്നും എടുത്തു. യൂണിറ്റ് പ്ലേസിൽ നിന്നാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് യൂണിറ്റ് പ്ലേസിനെ എ എന്ന് എടുത്തു, 10ന്റെ പ്ലേസിനെ ബി എന്ന് എടുത്തു. ഇനി ചെയ്യുന്നത് എ സ്ക്വയർ ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 1 സ്ക്വയർ 1. അടുത്തത് 2ab ആണ്. 2ab എന്ന് പറയുമ്പോൾ ഇവരെ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ എ ബി ആയി, ഒരു 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2ab ആയി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2. അതാണ് നടുക്കത്തെ ടേം. ഇനി അടുത്തത് വരുന്നത് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 1ന്റെ സ്ക്വയർ. അത് എത്ര വരുന്നത്? 1 തന്നെ. 121. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് 12ന്റെ സ്ക്വയറിലേക്ക് വരാം. അപ്പോൾ 12ന്റെ സ്ക്വയറിലോട്ട് വന്നു കഴിഞ്ഞാൽ 12നെ നമ്മൾ എഴുതുന്നു. നമ്മൾ ഇനി എന്ത് പറയുന്നു? ഇത് എ, ഇത് ബി. എയും ബിയും നമ്മൾ എഴുതി. ഇനി നോക്കാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ആ വരുന്നത് അല്ലേ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണല്ലോ. 4 നമ്മൾ എഴുതി. ഇവിടെ നമ്മൾ 2 ഡിജിറ്റ് ഒന്നും ആക്കണ്ട. നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. അവിടെ നമ്മൾ സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ ലാസ്റ്റിൽ വരുന്നതിനെ 04 എന്നും 01 എന്നും 09 ഒക്കെ എഴുതി 2 ഡിജിറ്റ് ആക്കുമായിരുന്നു. ഇവിടെ നമ്മൾ സിംഗിൾ ഡിജിറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2ന്റെ സ്ക്വയർ 4 വന്നു. അടുത്തത് 2ab ആണ്. 2ab എന്ന് പറയുമ്പോൾ ആദ്യം എ ബി എന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ ഗുണിക്കുന്നു. 2 ഗുണം 1 2. ഇനി 2ab എന്ന് പറയുമ്പോൾ ഒരു 2 കൂടെ വരണം. അപ്പോൾ എത്ര വരുന്നത്? 2 ഗുണം 1 2 ആണ്. അതിൻ്റെ കൂടെ ഒരു 2 കൂടെ ഗുണിക്കുമ്പോൾ 4 ആകും അല്ലേ? ആ 4 സെൻറ്ററിൽ വന്നു. ഇനി അടുത്തത് ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഇവിടെ നമ്മൾ ഗുണിക്കുന്നു അല്ലേ? ബി സ്ക്വയർ 1ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. 144. 144 ആണല്ലോ 12ന്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ അത് വർക്കായി അല്ലേ? ഇനി നമുക്ക് 13ലോട്ട് വരാം. 13ലോട്ട് നോക്കുക. 13 എങ്ങനെയാ കാണുന്നതെന്ന്. 13നെ നമ്മൾ എടുത്തു. ഇനി നമ്മളിവിടെ ഇദ്ദേഹത്തെ എ എന്നും ഇദ്ദേഹത്തെ ബി എന്നും കൺസിഡർ ചെയ്യുക. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താ എടുക്കുന്നത്? 2ab അല്ലേ? 2ab എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? എ ബി എന്ന് പറയുമ്പോൾ 3 ഗുണം 1 3. 2 കൊണ്ട് ഗുണിച്ചാൽ 2ab ആകും. അപ്പോൾ എത്ര വന്നു? 3 ഗുണം 2 6 അല്ലേ? അപ്പോൾ അവിടെ 6 വന്നു. ഇനി അടുത്തതായിട്ട് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 1 സ്ക്വയർ അല്ലേ? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. അപ്പോൾ എത്ര വന്നു? 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 169. 169. അപ്പോൾ 13ന്റെ സ്ക്വയർ എത്രയാണ്? 169. ക്ലിയർ ആണല്ലോ മെത്തേഡ്? അപ്പോൾ നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് എളുപ്പത്തിൽ എത്തിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എയും ബിയും ഒന്നും എഴുതുന്നില്ല, മനസ്സിൽ തന്നെയാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? യൂണിറ്റ് പ്ലേസിലുള്ള സ്ക്വയർ എടുക്കുന്നു. 1ന്റെ സ്ക്വയർ 1. ഇനി 2ab എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവരെ തമ്മിൽ ഗുണിച്ചിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? 1 ഗുണം 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെ. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 2. അപ്പോൾ അതാണ് നടുക്ക് വരുന്നത്. ഇനി ആദ്യം കിടക്കുന്ന ആളിന്റെ സ്ക്വയർ. അപ്പോൾ അത് 1ന്റെ സ്ക്വയർ 1 തന്നെ. ക്ലിയർ ആണേ? അപ്പോൾ നമ്മൾ എന്താ എടുത്തത്? യൂണിറ്റ് പ്ലേസിന്റെ സ്ക്വയർ, പിന്നെ ഈ ഉള്ള 2 പേരെ തമ്മിൽ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി എടുക്കുന്നത്. അതാണ് 2ab എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്ലേസിന്റെ സ്ക്വയർ. അങ്ങനെ 121 കിട്ടി. ഇനി 12ന്റെ സ്ക്വയർ വന്നാലും അവസാനത്തെ ആളിന്റെ സ്ക്വയർ ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ 2ന്റെ സ്ക്വയർ എടുത്തു 4. ഇനി എന്താ എടുക്കണ്ടേ? അവരെ തമ്മിൽ ഗുണിക്കുന്നു. അപ്പോൾ ആരെ തമ്മിൽ? 1നെയും 2നെയും.
അവരെ ഗുണിച്ചാൽ 2 കിട്ടും. അതിൻ്റെ ഇരട്ടി എടുത്താൽ 4. അതാണ് അടുത്ത പ്ലേസ് 4. ഇനി നമ്മൾ ആദ്യത്തെ പ്ലേസിൻ്റെ സ്ക്വയർ എഴുതുന്നു. അത് ആദ്യം ഇങ്ങോട്ട് എഴുതുന്നു 144. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി 13ൻ്റെ സ്ക്വയർ വന്നാലോ? 13ൻ്റെ സ്ക്വയർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവസാനത്തെ അക്കം 3 അതിൻ്റെ സ്ക്വയർ എഴുതുന്നു 9. ഇനി എന്താ അടുത്തതായിട്ട് ചെയ്യേണ്ടേ? ഇവരെ തമ്മിൽ ഗുണിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കണം. 3 × 1 3. ഇരട്ടി എടുക്കുമ്പോൾ 6. ഇനി എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ആളിൻ്റെ സ്ക്വയർ എടുക്കുന്നു. 1ൻ്റെ സ്ക്വയർ 1 169. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ. ഇനി നമുക്ക് 14ലോട്ട് വരാം. 14ലോട്ട് വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാര്യം ഇവിടെ 4ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 16 കിട്ടും. പക്ഷെ നമുക്ക് ഒരാൾ മതി, സിംഗിൾ ഡിജിറ്റ് മതി ഇവിടെ. അപ്പോൾ നമ്മൾ 6 മാത്രം എടുത്തു. ഇനി നമ്മൾ അവിടെ ഒരു 1 ഉണ്ട് 16ൻ്റെ. ആ 1നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുവാണ് അടുത്ത പ്ലേസിലേക്ക്. ഓക്കെ. അപ്പോൾ മറക്കരുത്, നമുക്ക് അവസാനം ഒരു സിംഗിൾ ഡിജിറ്റ് മതി. അപ്പോൾ നമുക്ക് 2 ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ 3 ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സിംഗിൾ ഡിജിറ്റ് എടുത്തിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ അടുത്ത പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അപ്പോൾ ഇവിടെ 16ലെ 6നെ മാത്രം നമ്മൾ എടുത്തു. എന്നിട്ട് 1നെ നമ്മൾ ക്യാരി ഓവർ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവരെ തമ്മിൽ ഗുണിച്ചിട്ട് ഇരട്ടി എടുക്കണം. അപ്പോൾ 4 × 1 4. ഇരട്ടി എടുത്താൽ 8. അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഈ ക്യാരി ഓവർ ചെയ്ത ആളിനെ കൂട്ടണം. 8 + 1 എത്ര വരും? 9. ഓക്കെ. സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവരെ രണ്ടുപേരെയും കൂടെ ഗുണിച്ചു, അതിൻ്റെ ഇരട്ടി എടുത്തു. അതുകൂടാതെ ഇവിടെ കിടക്കുന്ന ഒരു 1 ഉണ്ട് ക്യാരി ഓവർ ചെയ്തത്, അതിനെ കൂടെ കൂട്ടണം. അപ്പോൾ നമുക്ക് 8ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോൾ 9 കിട്ടി. ഇനി ഫസ്റ്റ് പ്ലേസിലുള്ള ആളിൻ്റെ സ്ക്വയർ എടുക്കുക. 1ൻ്റെ സ്ക്വയർ എടുത്താൽ 1 തന്നെ. അപ്പോൾ നമ്മളുടെ സ്ക്വയർ എത്രയാണെന്ന് കിട്ടി? 196. ക്ലിയർ ആണ് ഈ കൺസെപ്റ്റ്? ഇനി നമുക്ക് 15ലോട്ട് വരാം. 15ലോട്ട് വരുമ്പോഴും 5ൻ്റെ സ്ക്വയർ എടുത്താൽ 25. പക്ഷെ നമ്മൾ എന്ത് മാത്രമേ എടുക്കൂ? ലാസ്റ്റ് പ്ലേസ്. 25ലെ 5 എടുത്തു. 2നെ നമ്മൾ എന്ത് ചെയ്തു? ക്യാരി ഓവർ ചെയ്തു. 2നെ ക്യാരി ഓവർ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ഇവരെ തമ്മിൽ നമ്മൾ ഗുണിക്കുന്നു. അപ്പോൾ 5 × 1 5. അതിൻ്റെ ഇരട്ടി എടുത്താൽ 10. അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഈ ക്യാരി ഓവർ ചെയ്ത 2 കൂടെ കൂട്ടുന്നു. അപ്പോൾ 10ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 12 ആ 12ൻ്റെ 2 നമ്മൾ എടുത്തുള്ളൂ. ഒരു 1 അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ക്യാരി ഓവർ ചെയ്യുകയാണ്. അടുത്തത് 1 ഇവിടെ ബാക്കിയുള്ളത്. 1ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര വരുന്നത്? 1ൻ്റെ സ്ക്വയർ 1 തന്നെ വരും. അതിൻ്റെ കൂടെ ഇവിടുന്ന് ക്യാരി ഓവർ ചെയ്ത് ഒന്നുകൂടെ കൂട്ടിയാൽ എത്ര വരും? 1 + 1 2. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വന്നു? 225. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്തത് ഈ യൂണിറ്റ് പ്ലേസിലെ 5ൻ്റെ സ്ക്വയർ എടുത്തു. 5ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 25 എന്നാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഒറ്റ പ്ലേസ് മതി, അതുകൊണ്ട് 5 എടുത്തു. ഇവിടെ 2നെ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഇവരെ മൊത്തത്തിൽ നമ്മൾ ഗുണിച്ചു, എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുന്നു. അപ്പോൾ 5 × 1 5. അതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 10. ആ 10ൻ്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത 2 കൂടെ കൂട്ടുമ്പോൾ 12. അവിടെയും പക്ഷേ നമുക്ക് ഒരു ഡിജിറ്റ് മതി, 2 മാത്രം എടുത്തു. ആ 12ലെ 2 എടുത്തിട്ട് ഒരു 1 മിച്ചമുണ്ട്, അതിനെ നമ്മൾ അടുത്ത പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. അടുത്ത പ്ലേസിൽ വരുമ്പോൾ ഇനിയും ബാക്കിയുള്ളത് ഈ ഫസ്റ്റ് പ്ലേസിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ എടുത്താൽ 1. അതിൻ്റെ കൂടി ക്യാരി ഓവർ ചെയ്ത് 1നെ കൂടെ കൂട്ടുമ്പോൾ 1 + 1 2. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ 225. ഓക്കെ. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ഷെഡേന്ന് ചെയ്തു പോവുക, എന്നെ നോക്കണ്ട, എന്നെ തോപ്പിച്ച് ഓടിപ്പോവുക. ഓക്കെ. നിങ്ങളുടെ പുറകെ ഓടാനാണ് എനിക്ക് സന്തോഷം. നിങ്ങളാണ് എന്നെക്കാട്ടി മുമ്പിൽ ഓടിപ്പോകേണ്ടത്. അപ്പോൾ നമ്മൾ 16ൻ്റെ സ്ക്വയറിലോട്ട് വന്നു കഴിഞ്ഞാൽ 16ൻ്റെ സ്ക്വയർ വരുമ്പോൾ എന്താ വരുന്നത്? 16ൻ്റെ സ്ക്വയർ 6 യൂണിറ്റ് പ്ലേസിൽ. 6ൻ്റെ സ്ക്വയർ 36. അവിടെ നമ്മൾ ഒരു ഡിജിറ്റ് എടുത്തു. 3നെ നമ്മൾ എന്ത് ചെയ്തു? 3നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. 3നെ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി ഇവരെ മൊത്തത്തിൽ നമ്മൾ ഗുണിക്കുന്നു. 6 × 1 6. അതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 12. അതിൻ്റെ കൂടി ക്യാരി ഓവർ ചെയ്ത 3നെ കൂടെ മാറ്റിക്കഴിഞ്ഞാൽ 12 + 3 15. 5 എഴുതി. എന്നിട്ട് നമ്മൾ 15ലെ 5 എഴുതി. ബാക്കി ഒരു 1 ഉണ്ട്, അതിനെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി നോക്കുക, ഫസ്റ്റ് പ്ലേസിൻ്റെ സ്ക്വയർ എടുത്താൽ 1. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. ഇവിടെ ക്യാരി ഓവർ ചെയ്ത ഒരു 1 കൂടെ ഉണ്ട്. അപ്പോൾ 1 + 1 2. അപ്പോൾ നമ്മളുടെ 16ൻ്റെ സ്ക്വയർ എത്രയാണ്? 256. ക്ലിയർ ആണല്ലോ പിള്ളേരെ? അപ്പോൾ തെറ്റിക്കരുത്. ഇത് ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 99 വരെയുള്ള ഏത് സംഖ്യ വന്നാലും മനസ്സിലിട്ട് ചെയ്യാനേ ഉള്ളൂ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിതിനെ മനസ്സിൽ ഈ സംഖ്യകൾ ഇങ്ങനെ തെളിഞ്ഞു വരണം.
നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഈ സംഖ്യകളെല്ലാം ഓടിക്കളിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലിട്ട് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഞാൻ റാൻഡമായിട്ട് കുറേ സംഖ്യകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം. നമ്മൾ വെറുതെ സമയം കളയണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് കുറേ സംഖ്യകൾ വെറുതെ ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ 17 നോക്കാം. 17 വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 7ന്റെ സ്ക്വയർ ആദ്യം. 7ന്റെ സ്ക്വയർ 49 9 എഴുതി നമ്മൾ 4 ക്യാരി ഓവർ ചെയ്യുന്നു. അടുത്തതായിട്ട് ഇവരെ തമ്മിൽ ഗുണിച്ചാൽ 1 ഗുണം 7 എത്രയാണ് വരുന്നത്? 7 തന്നെയാണ്. ഇരട്ടി എടുക്കുമ്പോൾ 14 ആകും. ആ 14ന്റെ കൂടി ഈ 4 കൂടെ കൂട്ടിയാൽ 18 ആകും. 8 എടുത്തു, അവിടുന്ന് 1 ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 1ന്റെ സ്ക്വയർ എടുത്ത് 1, അതിൻ്റെ കൂടി ക്യാരി ഓവർ ചെയ്ത് ഒന്നുകൂടെ കൂട്ടിയാൽ 2. അപ്പോൾ ആൻസർ എത്ര വരും? 289. 289. ഇനി 18ലോട്ട് വന്നാലോ? 8ന്റെ സ്ക്വയർ എടുത്ത് 64, നമ്മൾ 4 മാത്രം എടുത്തു, 6നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനിയും ഇവരെ തമ്മിൽ ഗുണിച്ചാൽ 8, ഇരട്ടി എടുക്കുമ്പോൾ 16, അതിൻ്റെ കൂടെ ഈ 6 കൂടെ കൂട്ടിയാൽ 22. അപ്പോൾ ആ 2 എടുത്തു, 22ലെ 2 എടുത്തു, അടുത്ത 2 ക്യാരി ഓവർ ചെയ്യുന്നു. 2നെ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി ഈ 1ന്റെ സ്ക്വയർ എടുത്ത് 1, അതിൻ്റെ കൂടി ക്യാരി ഓവർ ചെയ്ത 2 കൂടെ കൂട്ടിയാൽ 3. അപ്പോൾ നമ്മളുടെ ആൻസർ എത്രയാണ്? 324. 324. ഇനി നമ്മൾ 19ലോട്ട് വന്നാലോ? 9 9 81. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1 എഴുതി 81ലെ 8നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇവരെ തമ്മിൽ ഗുണിക്കുന്നു. 1 ഗുണം 9 എന്ന് പറഞ്ഞാൽ 9, ഇരട്ടി എടുക്കുമ്പോൾ 18. ആ 18ന്റെ കൂടെ ഈ 8 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 26 അല്ലേ? 18ന്റെ കൂടെ 8 കൂടെ കൂട്ടുമ്പോൾ 26. അവിടെ നമ്മൾ 2 ക്യാരി ഓവർ ചെയ്യുന്നു. 2 ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി 1ന്റെ സ്ക്വയർ എടുത്താൽ എത്രയാണ് വരുന്നത്? 1ന്റെ സ്ക്വയർ എടുത്താൽ 1, അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3. അപ്പോൾ ഫൈനൽ ആൻസർ 361. 361. 20ലേക്ക് വരാം. 20ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം എത്രയാ? 20ന്റെ സ്ക്വയർ കാണാൻ നമ്മൾ 0 വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കല്ല. നമ്മൾ 0 മാറ്റിയിട്ട് മിച്ചമുള്ളതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് എത്ര 0 ഇവിടെ ഉണ്ടോ അതിൻ്റെ ഇരട്ടി 0 ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 1 0 അതിൻ്റെ ഇരട്ടി 0 ഇട്ടപ്പോൾ 2 0. 0 പോയി കഴിഞ്ഞാലുള്ളത് 2. 2ന്റെ സ്ക്വയർ 4. ഇവിടെ 1 0 ഉള്ളതുകൊണ്ട് 2 0 കൂടി ഇട്ടു. അപ്പം 400 എന്ന ആൻസർ കിട്ടി. പക്ഷേ ഇവിടെ നമ്മുടെ റൂള് വർക്ക് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇവിടെ റൂള് വർക്ക് ചെയ്യണമെങ്കിൽ വേറൊന്നുമില്ല. നമ്മളിപ്പം ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 0 അപ്പോൾ 0യുടെ സ്ക്വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 0 തന്നെയാണ്. ഇനി അടുത്തത് ഇവരുടെ മൊത്തത്തിലുള്ള പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും 0 അല്ലേ? 2 ഗുണം 0 എന്ന് പറയുമ്പോൾ 0, അതിൻ്റെ ഇരട്ടി എടുത്താലും 0 തന്നെ. അപ്പോൾ ആ 0 അതുപോലെ നമ്മൾ അവിടെ എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് പ്ലേസിൽ 2ന്റെ സ്ക്വയർ എടുക്കുന്നു. 2ന്റെ സ്ക്വയർ എടുത്താൽ 4, അപ്പം 400. അപ്പം നമ്മുടെ റൂള് വെച്ച് ചെയ്താലും ആൻസർ 400 തന്നെ കിട്ടും. ഓക്കെ, നമുക്കിനി 21ലോട്ട് വരാം. 21ലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ യൂണിറ്റ് പ്ലേസ് 1ന്റെ സ്ക്വയർ 1. അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്? ഇവരെ തമ്മിൽ ഗുണിക്കുന്നു. 2 ഗുണം 1 2. ഇരട്ടി എടുത്താൽ 2ന്റെ ഇരട്ടി 4 അല്ലേ? ക്യാരി ഓവർ ചെയ്യാനൊന്നുമില്ല, എല്ലാം സിംഗിൾ ഡിജിറ്റ് തന്നെയാണ്. അതുകൊണ്ട് 2ന്റെ ഇരട്ടി 4. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്? ഈ ആദ്യം കിടക്കുന്ന വാല്യൂൻ്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4. അപ്പോൾ 21ന്റെ സ്ക്വയർ എത്ര വരും? 441. 441. 22 എടുത്താലോ? 22 എടുക്കുമ്പോഴും നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ യൂണിറ്റ് പ്ലേസിലെ 2ന്റെ സ്ക്വയർ 4. ഇനിയും ഇവരെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവരെ മൊത്തത്തിൽ നമ്മൾ ഗുണിക്കുമ്പോൾ 2 ഗുണം 2 4, അതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 8. പിന്നെ ഈ 2ന്റെ സ്ക്വയർ എടുത്താൽ 4. അപ്പോൾ നമ്മളുടെ ആൻസർ എത്ര വരും? 484 അല്ലേ? 484. അപ്പോൾ 22ന്റെ സ്ക്വയർ 484. ഓക്കെ, ഇനി നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കുറേ സംഖ്യകൾ എടുത്തൊന്ന് വെറുതെ ചെയ്ത് പോകാം. പെട്ടെന്ന് ചെയ്തു പോകാം. 27 എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? 7ന്റെ സ്ക്വയർ നമുക്കറിയാം. 7ന്റെ സ്ക്വയർ 49. അവിടെ 9 എടുത്തു, 4നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. 4നെ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി ഇവരെ രണ്ടുപേരും കൂടെ ഗുണിച്ചാൽ 7 ഗുണം 2 14. 14ന്റെ ഇരട്ടി 28. 28ന്റെ കൂടി 4 കൂടെ കൂട്ടിയാൽ 32. അപ്പോൾ 2 എടുത്തു, 3നെ നമ്മൾ ക്യാരി ഓവർ ചെയ്തു. ഇനി 2ന്റെ സ്ക്വയർ 4. അതിൻ്റെ കൂടി 3 കൂടെ കൂട്ടിയാൽ 7. അപ്പോൾ നമ്മളുടെ ആൻസർ എത്രയാ? 729. അപ്പോൾ 27ന്റെ സ്ക്വയർ ആണ് 729. ഇനി 39ലോട്ട് വന്നു കഴിഞ്ഞാലോ? യൂണിറ്റ് പ്ലേസിലെ 9ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 81. 1 എടുത്തു, 8നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. 8നെ ക്യാരി ഓവർ ചെയ്തു.
ഇനി ഇവരെ തമ്മിൽ ഗുണിച്ച 9 ഗുണം 3 27 ഇരട്ടി എടുക്കുമ്പോൾ 54 54ന്റെ കൂടി 8 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 62 2 ക്യാരി ഓവർ ചെയ്യുന്നത് 6 അല്ലേ? 6 ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. 9ന്റെ കൂടി 6 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 15. അപ്പൊ നമ്മളുടെ ആൻസർ 1521. ഇത് ഈ സംഖ്യകൾ നമ്മുടെ മനസ്സിൽ കൂടെ ഓടണം, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കൂടെ ഓടുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒന്നും നോക്കാതെ ഇങ്ങനെ നമ്മൾ മുന്നിലോട്ട് നോക്കി നമ്മുടെ മുമ്പിൽ സംഖ്യകൾ വരുന്ന രീതിയിൽ നമുക്ക് മനസ്സിൽ നിന്ന് പറയാൻ പറ്റണം. ഓക്കെ, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതെല്ലാം പറ്റും. അപ്പൊ നമ്മൾ കുറെ നാൾ കഴിയുമ്പോഴത്തേന് നിങ്ങൾ തന്നെ പറയും ഇതെല്ലാം മനസ്സിലിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇതല്ല, ഇതിനെക്കാട്ടി വലിയ വലിയ കണക്കുകൾ. ഇതൊക്കെ കൊച്ചു കൊച്ചു കണക്കുകളല്ലേ. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളൊന്ന് തുടക്കത്തിന് വാമപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ നമ്മുടെ വലിയ വലിയ ടോപ്പിക്കുകളിലോട്ടൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ടൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് എന്താണ് ഒരു എക്സർസൈസ് ചെയ്ത് നമ്മളൊന്ന് വാമപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഇനി നമുക്ക് 46 എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാലോ, 46ലോട്ട് വരുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 6 എഴുതി, 3നെ നമ്മൾ ക്യാരി ഓവർ ചെയ്തു. ഇവരെ തമ്മിൽ ഗുണിച്ചപ്പോൾ 24 കിട്ടി. 24ന്റെ ഇരട്ടി 48 48ന്റെ കൂടി 3 കൂടെ കൂട്ടിയപ്പോൾ എത്ര വരുന്നത്? 51 അവിടെ നമ്മൾ 5നെ ക്യാരി ഓവർ ചെയ്യുന്നു. 4ന്റെ സ്ക്വയർ 16 16ന്റെ കൂടി 5 കൂടെ കൂട്ടിയ 21 2116 അല്ലേ? 46ന്റെ സ്ക്വയർ എത്ര വന്നു? 2116. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് 54 നോക്കാം. 54 വരുമ്പോൾ എന്താ ചെയ്യുന്നത്? യൂണിറ്റ് പ്ലേസിലെ 4ന്റെ സ്ക്വയർ 16 6 1 ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി 5 4 20 ഇരട്ടി എടുത്താൽ 40. ഈ ക്യാരി ഓവർ ചെയ്ത ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 41. വീണ്ടും 4നെ ക്യാരി ഓവർ ചെയ്യുന്നു. 5 5ന്റെ സ്ക്വയർ 25 25ന്റെ കൂടി 4 കൂടെ കൂട്ടിയ 29 അല്ലേ? 29. അപ്പൊ 54ന്റെ സ്ക്വയർ എത്രന്ന് കിട്ടി? 2916 അല്ലേ? 2916. ഇനി 63ലോട്ട് വന്നു കഴിഞ്ഞാലോ, ഈ 3ന്റെ സ്ക്വയർ 9 എന്ന് നമുക്കറിയാം. അവിടെ ഇനി ക്യാരി ഓവർ ചെയ്യാനൊന്നുമില്ല. അടുത്തതായിട്ട് ഇവരെ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 6 3 18 18ന്റെ ഇരട്ടി 36 6 എഴുതി, 3 ക്യാരി ഓവർ ചെയ്യണം. ഇനി 6ന്റെ സ്ക്വയർ 36 ക്യാരി ഓവർ ചെയ്ത 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 39 അല്ലേ? 3969 നമ്മുടെ ആൻസർ. 3969. 72ലോട്ട് വന്നു കഴിഞ്ഞാലോ, 2ന്റെ സ്ക്വയർ 4 ക്യാരി ഓവർ ചെയ്യാനൊന്നുമില്ല. 7 2 14 ഇരട്ടി എടുക്കുമ്പോൾ 28 8 എഴുതി, 2 ക്യാരി ഓവർ ചെയ്തു. ഇനി 7ന്റെ സ്ക്വയർ 49 ഈ 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 51. അപ്പൊ നമുക്ക് 5184 എന്ന് കിട്ടി 72ന്റെ സ്ക്വയർ. ഇനി 81ലോട്ട് വരാം. 81ലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? 1ന്റെ സ്ക്വയർ 1 ഇവരെ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 8 ഇരട്ടി എടുക്കുമ്പോൾ 16 1 ക്യാരി ഓവർ ചെയ്യുന്നു. 8ന്റെ സ്ക്വയർ 64 ഈ ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 65. അപ്പോൾ 6561 എന്ന് കിട്ടും 81ന്റെ സ്ക്വയർ. 89ന്റെ സ്ക്വയർ നോക്കിയാലോ, 9 9 81 1 8നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. അടുത്തത് ഇവരെ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 9 8 72 ഇരട്ടി എടുക്കുമ്പോൾ 144 അല്ലേ? 72ന്റെ ഇരട്ടി 144. അവിടെ നിന്നില്ല, ഈ ക്യാരി ഓവർ ചെയ്ത് 8 കൂടെ കൂട്ടുന്നു. അപ്പം 144ന്റെ കൂടെ 8 കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 152. അവിടുത്തെ 2 മാത്രം എടുത്തിട്ട് 152ലെ 2 എടുത്താൽ ബാക്കി 15 ഉണ്ട്. ആ 15നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. 8ന്റെ സ്ക്വയർ 64 64ന്റെ കൂടി 15 കൂടെ കൂട്ടിയാൽ എത്ര വരും? 64 15 79. 64 15 79. നമ്മൾ ഇങ്ങനെ മനസ്സിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിന്റെ കപ്പാസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിനിൻ്റെയും നമ്മളുടെ ചിന്താശേഷിയും എല്ലാം കൂടിക്കൊണ്ടിരിക്കും. ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂടും, മൈൻഡ് പവർ കൂടും. ഇതെല്ലാം തന്നെ സംഭവിക്കും. സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അവസാനമായിട്ട് നമുക്ക് 98ൽ വന്ന് നിർത്താം. അപ്പോൾ 98ന്റെ സ്ക്വയർ എങ്ങനെ എടുക്കും? 8 8 64 4 എഴുതി, 6നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി ഇവിടെ 9 8 72 ഇരട്ടി എടുക്കുമ്പോൾ എത്ര ആവും? 144. ഈ 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 150. 0 എഴുതി, ബാക്കി 15 ഉണ്ട്. 15 150ലെ 0 പോയാൽ ബാക്കി 15 ഉണ്ട്.
അതിനെ നമ്മൾ അടുത്തിടത്തേക്ക് കൊണ്ടുവന്നു. 9 9 81 81ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത 15 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര? 81 15 96 അല്ലേ? 96. അപ്പോൾ 9604 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് 11 തൊട്ട് 99 വരെയുള്ള ഏത് വാല്യൂവിന്റെ സ്ക്വയർ കാണാം. ഇനി നമുക്ക് 1 തൊട്ട് 9 വരെയുള്ളത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 തൊട്ട് 9 വരെ വരണമെങ്കിൽ നമ്മൾ ഇവിടെ 2 ഡിജിറ്റ് ആവാൻ 01 02 ആ രീതിയിൽ കൊടുത്ത് അപ്ലൈ ചെയ്താൽ മതി. 03. പക്ഷെ ഇതിന്റെ ആവശ്യം നമുക്കില്ല. കാര്യം നമുക്ക് ഓൾറെഡി കാണാതെ തന്നെ ഈ വാല്യൂസ് അറിയാമല്ലോ. ഇനി അതല്ല റൂൾ വെച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ ഒരു 0 കൊടുക്കുക, ഇതേ റൂൾ അപ്ലൈ ചെയ്യുക, ആൻസർ സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം കൂടുതൽ കൂട്ടുകാരിലേക്ക് പരിചയക്കാരിലേക്കൊക്കെ നമ്മുടെ ചാനൽ എത്തിക്കുക. നമ്മളിത് ഈ ഷോർട്ട് കട്ട് ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം വേണം നമുക്ക് മെയിൻ ടോപ്പിക്കുകളിലേക്ക് വരാൻ. അപ്പോൾ അടുത്ത കുറച്ച് ക്ലാസ്സുകളിലൂടെ നമ്മൾ ഇതേപോലുള്ള ചില പൊടിക്കൈകളൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഇതൊക്കെ പഠിച്ചൊന്ന് വാമപ്പ് ചെയ്തിട്ട് നമുക്ക് മെയിൻ ടോപ്പിക്കുകളിലോട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.